എല്ലാവർക്കും നമസ്കാരം. ഏപ്രിൽ 2020 ഡിപ്ലോമ എക്സാമിനേഷനിലെ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് 1 എന്ന പേപ്പറിലെ പാർട്ട് സി, ഈ പാർട്ട് സിയിലെ യൂണിറ്റ് 1 എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പാർട്ട് സിയിലെ ഓരോ യൂണിറ്റിൽ നിന്നും 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. ഈ ഫസ്റ്റ് യൂണിറ്റിൽ നിന്നും 15 മാർക്കിൻ്റെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ് ഉണ്ടായിരിക്കുക. ആ 15 മാർക്കിനെ ഒരുപക്ഷെ 3 ഭാഗങ്ങളായി 5 മാർക്ക് വീതമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ 8ഉം 7ഉം മാർക്കിൻ്റെ 2 ഭാഗങ്ങളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, ഈ യൂണിറ്റ് 1-ൽ നിന്ന് തന്നെ ഒരു ചോയ്സും ഉണ്ടായിരിക്കും. അപ്പോൾ ഒന്നുകിൽ 15 മാർക്കിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യൻ കംപ്ലീറ്റായി ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നേരിട്ട് കിടക്കാം. ഫസ്റ്റ് പ്രോബ്ലം: പ്രൂവ് ദാറ്റ് 1 + sin a ഡിവൈഡഡ് ബൈ cos a ഈക്വൽ ടു cos a ഡിവൈഡഡ് ബൈ 1 - sin a. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 1 + sin a ഡിവൈഡഡ് ബൈ cos a. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡിനോമിനേറ്റർ 1 - sin a എന്നുള്ള ഒരു ടേം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധയിൽ വെക്കേണ്ടതാണ്, അത്തരം ഒരു ടേം വരികയാണെങ്കിൽ ആ ടേം കൊണ്ടായിരിക്കണം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അതായത് 1 - sin a കൊണ്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദെൻ 1 + sin a × 1 - sin a ഈക്വൽ ടു 1 - sin square a. cos a × 1 - sin a equal to, we know that 1 - sin square a equal to cos square a. ഡിനോമിനേറ്റർ അങ്ങനെ തന്നെ എഴുതി വെച്ചു. ഇനി ഒരു കോസയും കോസയും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും, which is equal to cos a divided by 1 - sin a is equal to right hand side. But note the point, 1 - sin square a equal to cos square a. ആ ഫോർമുലയാണ് ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നെക്സ്റ്റ് പ്രോബ്ലം: ഇഫ് r × sin θ + alpha ഈക്വൽ ടു 3 cos θ + 4 sin θ, ഫൈൻഡ് ദി വാല്യൂ ഓഫ് r. ഇങ്ങനൊരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട്. ഗിവൻ r × sin θ + alpha ഈക്വൽ ടു 3 cos θ + 4 sin θ, and we can find the value of r. rൻ്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാം sin a + b, ആ ഫോർമുല നമുക്കറിയാം. sin a + b ഈക്വൽ ടു sin a cos b + cos a sin b. ദെൻ sin θ + alpha നമുക്ക് അതേ ഫോർമുല ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ sin θ cos alpha + cos θ sin alpha equal to 3 cos θ + 4 sin θ. Now r കൊണ്ട് രണ്ട് ടേമിനെ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദെൻ r sin θ × cos alpha plus r cos θ × sin alpha, which is equal to 3 cos θ + 4 sin θ. Equating the similar terms on both sides, രണ്ട് സൈഡിലുമുള്ള സിമിലർ ആയിട്ടുള്ള ടേംസുകൾ ഇക്വേറ്റ് ചെയ്യുന്നു. ദെൻ r cos θ × sin alpha ഈക്വൽ ടു 3 cos θ, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ നിന്നും നമുക്ക് r sin alpha ഈക്വൽ ടു 3 എന്ന് എഴുതാൻ സാധിക്കും. നെക്സ്റ്റ് ടേംസ് ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ r sin θ × cos alpha ഈക്വൽ ടു 4 sin θ ഇംപ്ലൈസ് r cos alpha ഈക്വൽ ടു 4, ഇക്വേഷൻ നമ്പർ 2. സ്ക്വയറിംഗ് ആൻഡ് ആഡിങ് ഇക്വേഷൻ നമ്പർ 1 ആൻഡ് ഇക്വേഷൻ നമ്പർ 2, അതായത് ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും സ്ക്വയർ ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ദെൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് r² sin² alpha r² cos² alpha
ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് സ്ക്വയർ ആഡ് ചെയ്യുകയാണെങ്കിൽ 3 സ്ക്വയർ പ്ലസ് 4. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ രണ്ട് ടേംസിലും ആർ സ്ക്വയർ കോമൺ ആയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ ആർ സ്ക്വയറിനെ പുറമേക്ക് എടുക്കാൻ സാധിക്കും. ദെൻ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 9 പ്ലസ് 16 ഈക്വൽ ടു 25. And we know that sin square alpha plus cos square alpha equal to 1. അപ്പോൾ നമുക്ക് ആ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫയ്ക്ക് പകരം 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആർ സ്ക്വയർ ഈക്വൽ ടു 25 ഇംപ്ലൈസ് ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 5. അപ്പോൾ നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ത് കിട്ടി? +5 കിട്ടി, -5 കിട്ടി. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1. Then next problem. Prove that sin a plus b into sin a minus b equal to sin square a minus sin square b. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതാം. sin a plus b into sin a minus b. അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് sin a plus b equal to sin a cos b plus cos a sin b. Similarly, sin a minus b equal to sin a cos b minus cos a sin b. അപ്പോൾ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ആ ഫോർമുലാസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ നമുക്ക് ഈ രണ്ട് ടേംസും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യണം. അപ്പോൾ ഓരോ ടേമും തമ്മിൽ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി മൈനസ് സൈൻ എ കോസ് ബി ഇൻറ്റു കോസ് എ സൈൻ ബി പ്ലസ് cos a sin b into sin a cos b minus cos square a into sin square b. അപ്പോൾ സെക്കൻഡ് ടേമും തേർഡ് ടേമും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ ബി മൈനസ് കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ ബി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡ് കംപ്ലീറ്റ് ഇൻ ടേംസ് ഓഫ് സൈൻ ആണ്. പക്ഷേ ഇപ്പോൾ കിട്ടിയതിൽ കൊസൈൻ്റെ ടേംസും ഉള്ളത് കൊണ്ട് നമുക്കതിനെ അറിയാവുന്ന ഫോർമുല ഉപയോഗിച്ച് സൈനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിനുവേണ്ടി നമുക്കറിയാം കോസ് സ്ക്വയർ ബി ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ ബി, ഇതുപോലെ കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ എ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി സൈൻ സ്ക്വയർ എ കൊണ്ട് 1നെയും സൈൻ സ്ക്വയർ ബിയെയും മൾട്ടിപ്പിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ സൈൻ സ്ക്വയർ ബി കൊണ്ട് 1ഉം സൈൻ സ്ക്വയർ എയും മൾട്ടിപ്പിൾ ചെയ്യുന്നു. then you will get a sin square a minus sin square a sin square b minus sin square b plus sin square a sin square b. അപ്പോൾ സെക്കൻഡും തേർഡും ടേംസുകൾ ക്യാൻസൽ ചെയ്യാൻ സാധിക്കും. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. ഈ ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ഉപയോഗിക്കേണ്ട ഫോർമുല cos square b equal to 1 minus sin square b and cos square a equal to 1 minus sin square a. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യനിലെ എ പാർട്ട്. പ്രൂവ് ദാറ്റ് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഈക്വൽ ടു സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എഴുതി. root of 1 minus sin theta divided by root of 1 plus sin theta. ഇനി ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇങ്ങനൊരു ടേംസ് വരികയാണെങ്കിൽ എപ്പോഴും നമ്മൾ ഡിനോമിനേറ്ററിനെ ശ്രദ്ധിക്കുക. ഡിനോമിനേറ്ററിൽ ഓപ്പറേഷൻ അഡീഷൻ ആണെങ്കിൽ നമ്മൾ അതേപോലെയുള്ള ഒരു ടേം ഓപ്പറേഷൻ സബ്ട്രാക്ഷനായി എടുക്കുന്നു. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ആ ടേം കൊണ്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ഈ പ്രോബ്ലത്തിൽ ഡിനോമിനേറ്റർ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റയാണ്. അതുകൊണ്ട് റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യുന്നു. ദെൻ ന്യൂമറേറ്റർ റൂട്ട് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ തീറ്റ. നമുക്കറിയാം റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എക്സ്. സിമിലർലി റൂട്ട് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് 1 മൈനസ് സൈൻ തീറ്റ
മീൻസ് 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ പരിഗണിക്കുകയാണെങ്കിൽ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ മീൻസ് റൂട്ട് ഓഫ് നമുക്കറിയാം എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. സിമിലർലി 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു 1 മൈനസ് സൈൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. നമുക്കറിയാവുന്ന മറ്റൊരു ഫോർമുലയാണ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ നമ്മൾ ആ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റയ്ക്ക് പകരം കോസ് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പക്ഷേ ഡിനോമിനേറ്ററിൽ റൂട്ട് ഉള്ളത് കൊണ്ട് അത് വെറും കോസ് തീറ്റയായി മാറുന്നു. നമുക്ക് കിട്ടി 1 മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ. നമുക്കറിയാം 1 ബൈ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സീക് തീറ്റയും സൈൻ തീറ്റ ബൈ കോസ് തീറ്റ മീൻസ് ടാൻ തീറ്റയുമാണ്. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു സീക് തീറ്റ മൈനസ് ടാൻ തീറ്റ. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമുലയാണ്. അതുപോലെ തന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുകയാണെങ്കിൽ എപ്പോഴും ഡിനോമിനേറ്ററിനെ ബേസ് ചെയ്ത് വേണം ബാക്കിയുള്ള സ്റ്റെപ്പുകൾ ചെയ്യാൻ. ഡിനോമിനേറ്ററിൽ ഉപയോഗിക്കുന്ന ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ സബ്ട്രാക്ഷൻ ഉപയോഗിച്ചുള്ള ടേംസ് കൊണ്ടുവേണം ന്യൂമറേറ്ററേനും ഡിനോമിനേറ്ററേയും മൾട്ടിപ്പിൾ ചെയ്യാൻ. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ സബ്ട്രാക്ഷൻ ആണെങ്കിൽ അഡീഷൻ ഓപ്പറേഷൻ ഉപയോഗിച്ചുള്ള ടേം കൊണ്ടായിരിക്കണം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്പിൾ ചെയ്യേണ്ടത്. അടുത്ത പ്രോബ്ലം, ഇഫ് ടാൻ എ ഈക്വൽ ടു 3/4 sin b equal to 5/13 find sin a plus b and cos a plus b. For given tan a equal to 3/4, then we can find the value of sec a. For this നമുക്കറിയാവുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് sec square a equal to 1 plus tan square. ഇപ്പോൾ ടാൻ എക്ക് പകരം നമ്മൾ 3/4 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1 പ്ലസ് 3/4 ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 1 പ്ലസ് 9/16. Now taking LCM, 16 plus 9 divided by 16 which is equal to 25/16. That is sec square a equal to 25/16. Therefore sec a equal to root of 25/16. That means 5/4. അപ്പോൾ sec a അതിൻ്റെ വാല്യൂ 5/4 ആണ്. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് sec a equal to 1/cos a. Then sec a equal to 5/4 ആണെങ്കിൽ വാല്യൂ ഓഫ് cos a is 4/5. അപ്പോൾ cos a equal to 4/5. Now we can find the value of sin a. നമുക്കറിയാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല സൈൻ സ്ക്വയർ എ ഈക്വൽ ടു 1 മൈനസ് കോസ് സ്ക്വയർ എ. ദെൻ സൈൻ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു റൂട്ട് ഓഫ് 1 മൈനസ് കോസ് എയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് 4/5. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദിസ് which is equal to root of 1 minus 16/25. Now taking LCM, which is equal to root of 25 minus 16 divided by 25 equal to root of 9/25 which is equal to 3/5. And given sin b equal to 5/13, now we can find the value of cos b. And it is very important formula cos square b equal to 1 minus sin square b. അതിൽ നിന്നും cos b equal to root of 1 minus sin square b. sin b യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു.
then equal to root of 1 minus 5 by 13 all square equal to root of 1 minus 25 by 169 equal to, means taking LCM, root of 169 minus 25 divided by 169 equal to root of 144 divided by 169 equal to 12 by 13. ഇപ്പോൾ സൈൻ എ, സൈൻ ബി, കോസ് എ, കോസ് ബി ഈ 4 വാല്യൂസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നൗ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ എ പ്ലസ് ബി. നമുക്കറിയാം സൈൻ എ പ്ലസ് ബി ഈക്വൽ ടു സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി. ഈ ഓരോ ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 3/5 ഇൻറ്റു 12/13 പ്ലസ് 4/5 ഇൻറ്റു 5/13 which is equal to 36/65 plus 20 divided by 65 which is equal to 56 divided by 65. Now we can find the value of cos A plus B. നമുക്കറിയാവുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് cos A plus B equal to cos A cos B minus sin A sin B. അപ്പോൾ നമുക്ക് ഈ 4 ഫംഗ്ഷൻസിൻ്റെയും വാല്യൂസ് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 4/5 ഇൻറ്റു 12/13 മൈനസ് 3/5 ഇൻറ്റു 5/13 ഈക്വൽ ടു 48/65 മൈനസ് 15/65 ഈക്വൽ ടു 33 divided by 65. അടുത്ത പ്രോബ്ലം. The horizontal distance between two towers is 60 meter and the angle of depression of the first tower as seen from the second, which is in 150 meter height, is 30 degree. Find the height of the first tower. നമുക്ക് തന്നിട്ടുണ്ട് രണ്ട് ടവേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 60 മീറ്റർ ആണ്. അതിൽ രണ്ടാമത്തെ ടവറിൻ്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 150 മീറ്റർ. ഇനി രണ്ടാമത്തെ ടവറിൻ്റെ മുകളിൽ നിന്ന് ആദ്യത്തെ ടവറിലേക്ക് നോക്കുകയാണെങ്കിൽ ഉള്ള ആംഗിൾ ഓഫ് ഡിപ്രഷൻ തന്നിട്ടുണ്ട് 30 ഡിഗ്രി. നമുക്ക് ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പോൾ ഫിഗർ ശ്രദ്ധിക്കുക. ഫിഗറിൽ AE റെപ്രസെൻ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ടവറിനെയും BD എന്ന് പറയുന്നത് സെക്കൻഡ് ടവറുമാണ്. ആൻഡ് ഗിവൻ AB ഈക്വൽ ടു 60 മീറ്റർ. ശ്രദ്ധിക്കേണ്ട കാര്യം AB ഈക്വൽ ടു 60 മീറ്റർ ഈക്വൽ ടു EC. സിമിലർലി കോൺ EDL ഈക്വൽ ടു 30 ഡിഗ്രി ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതിൽ നിന്നും നമുക്ക് കോൺ DEC അതിൻ്റെ വാല്യൂ 30 ഡിഗ്രി തന്നെയായിരിക്കും. കാരണം CEയും DLും രണ്ട് പാരലൽ ലൈൻസ് ആണ്. അതിനെ ED എന്ന് പറയുന്ന ഒരു ഡിവൈഡർ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ കോൺ EDLും കോൺ DECയും ഈക്വൽ ആയിരിക്കും. ആൻഡ് ഹിയർ വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. And given BD equal to 150 meter height. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റ് ആണ്. ദാറ്റ് ഈസ് വി ക്യാൻ കാൽക്കുലേറ്റ് AE. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് BD എന്ന് പറയുന്ന സെക്കൻഡ് ടവറിൻ്റെ ഹൈറ്റിൽ നിന്നും CD എന്ന് പറയുന്ന ഭാഗം സബ്ട്രാക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് BC എന്ന് പറയുന്ന ആ ലെങ്ത് കിട്ടും. അത് തന്നെയായിരിക്കും ഫസ്റ്റ് ടവറിൻ്റെ ഹൈറ്റും. അപ്പോൾ ആദ്യമായി നമുക്ക് CD കണ്ടുപിടിക്കാം. ഇപ്പോൾ CD കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ പരിഗണിക്കുന്ന ട്രയാങ്കിൾ DEC ആണ്. അതിൽ നിന്നും നമുക്കറിയാം tan 30 ഈക്വൽ ടു, നമുക്കറിയാം tan θ ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് ഹിയർ
tan 30 equal to CD divided by EC. നമുക്കറിയാം tan 30യുടെ വാല്യൂ എന്ന് പറയുന്നത് 1/√3 and given EC equal to 60 meter implies 1/√3 equal to CD 60. അതിൽ നിന്നും CD equal to 60/√3 meter. Therefore, height of the first tower is AE equal to BD minus CD, which is equal to 150 minus 60/√3, which is equal to 115.36 meter.